ന്യൂനപക്ഷ സമുദായ കോളേജുകളിലെ അധ്യാപക നിയമനത്തിൽ സംവരണ തത്വം അട്ടിമറിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐ നേതാവ് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ രംഗത്തെത്തി. പ്രതിവർഷം 8,000 കോടി രൂപ എയ്ഡഡ് കോളേജുകളുടെ ശമ്പളത്തിന് സർക്കാർ ചെലവിടുമ്പോഴാണ് സംവരണം എന്ന ഭരണഘടനാ തത്വം കോളേജ് മാനേജ്മെന്റുകൾ അട്ടിമറിക്കുന്നതെന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനിലൂടെ സുനിൽകുമാർ ആരോപിച്ചു. ന്യൂനപക്ഷ കോളേജുകളിൽ സംവരണ തത്വം ബാധകമാക്കുന്നതിന് പുതിയ നിയമോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. മാറി മാറി വരുന്ന സർക്കാരുകളെ നോക്കുകുത്തിയാക്കി ന്യൂനപക്ഷ സമുദായ കോളേജുകൾ അധ്യാപക നിയമനത്തിൽ സംവരണ തത്വം അട്ടിമറിക്കുകയാണെന്ന് ഇതു സംബന്ധിച്ച സബ്മിഷൻ അവതരിപ്പിച്ച വി.എസ്. സുനിൽകുമാർ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. പ്രതിവർഷം 8,000 കോടി രൂപ എയ്ഡഡ് കോളേജുകളുടെ ശമ്പളത്തിനായി സർക്കാർ ചെലവിടുന്നു. എന്നിട്ടും ഈ കോളേജുകൾ സംവരണ തത്വം എന്ന ഭരണഘടനാ തത്വം അട്ടിമറിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളും സംവരണ തത്വം ബോധപൂർവം അട്ടിമറിക്കുന്നു. പൂച്ചയ്ക്ക് മണികെട്ടാൻ ആരും തയ്യാറാകുന്നില്ല. ന്യൂനപക്ഷ കോളേജുകളിൽ സംവരണ തത്വം പാലിക്കേണ്ടതില്ലെന്ന നിയമോപദേശത്തെയും KER-ലെ ഇതു സംബന്ധിച്ച വ്യവസ്ഥയെയും മറയാക്കിയാണ് സംവരണ തത്വം അട്ടിമറിക്കുന്നത്. പുതുതായി രൂപീകരിച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ സർക്കാർ തന്നെ സംവരണ തത്വം അട്ടിമറിച്ചെന്നും സുനിൽകുമാർ ആരോപിച്ചു. മതന്യൂനപക്ഷങ്ങൾക്ക് ഈ സംവരണം ബാധകമല്ല എന്ന് ഒരു നിയമോപദേശം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മതന്യൂനപക്ഷ സമുദായം നടത്തുന്നതാണെങ്കിലും ഭൂരിപക്ഷ സമുദായം നടത്തുന്നതാണെങ്കിലും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയിട്ടാണ് അവിടെ അധ്യാപകരെയും അനധ്യാപകരെ നിയമിക്കുന്നതെങ്കിൽ ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങൾ അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ന്യൂനപക്ഷ സമുദായ കോളേജുകളിൽ സംവരണ തത്വം ബാധകമാക്കുന്നതിന് പുതിയ നിയമോപദേശം തേടുമെന്ന് വി.എസ്. സുനിൽകുമാറിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഈ കോളേജുകളിൽ സംവരണം പാലിക്കേണ്ടതില്ലെന്നാണ് നിയമോപദേശം. ഭൂരിപക്ഷ സമുദായ കോളേജുകളിൽ സംവരണമാകാം. എന്നാൽ കേരളത്തിൽ അധികവും ന്യൂനപക്ഷ സമുദായ കോളേജുകളായതിനാൽ ഭൂരിപക്ഷങ്ങളുടെ കോളേജുകളിൽ സംവരണ തത്വം ബാധകമാക്കാൻ നിർബന്ധിക്കുന്നത് ആക്ഷേപത്തിനിടയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.